മലപ്പുറം കൊണ്ടോട്ടിയിൽ പോലീസുകാരനും യുവാവുമായുള്ള കയ്യാങ്കളിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവാവിന്റെ സഹോദരി. കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി നൌഫലും കൊണ്ടോട്ടി സ്റ്റേഷനിലെ CPO സദഖത്തുള്ളയും തമ്മിലുള്ള തർക്കമാണ് മൽപ്പിടുത്തത്തിൽ കലാശിച്ചത്. നൌഫലിനെ വാഹനത്തിൽ നിന്നും പോലീസുകാരൻ വലിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് സഹോദരിയുടെ ആരോപണം. പോലീസിനെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബ്രദറിനെ വണ്ടിയിൽ നിന്ന് അങ്ങനെ വലിച്ചിറക്കിക്കൊണ്ടുപോയി. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഫ്രീസ് ആയിട്ടിരുന്നു. ഡോറ് തുറന്നിട്ടാൽ പോയിണ്ടായിരുന്നു. അപ്പോൾ ഡോറ് ഞാൻ വലിച്ചടച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും ആള് കഴുത്തിന് കുത്തു പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. ഉന്തി തള്ളിയിട്ട് ഒരു ഓട്ടോയിൽ പിടിച്ച് കയറ്റിയിട്ട് നീ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോയാൽ മതി എന്ന് വാശി പിടിക്കുക. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ ബ്രദർ എന്തിനാ സാറേ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്, കാര്യം പറ, ഞാൻ വരാം എന്നുള്ള രീതിക്ക് പറയുന്നതിന് എന്താണ് കാരണം എന്ന് എനിക്ക് അറിയണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആള് സമ്മതിക്കുന്നില്ല. ബ്രദറിനെ പിടിച്ച് അങ്ങനെ ഉന്തി തള്ളി കൊണ്ടുപോകുമ്പോൾ അവിടെ നാട്ടുകാർ മൊത്തം സറൗണ്ട് ചെയ്ത് കൂടി, ലോക്കൽസ് കൂടിയിട്ട് പറഞ്ഞു എന്താണെന്ന് അറിയാണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, അവൻ ഓടിപ്പോവില്ലല്ലോ, നിങ്ങൾക്ക് എന്താ കൈ വിട്ടാലും. ആൾ എന്ത് ചെയ്തിട്ടും കൈ വിടുന്നേ ഉണ്ടായിരുന്നില്ല. യുവാവ് നിലവിൽ അറസ്റ്റിലാണ്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഈ വാക്കുതർക്കത്തിന് കാരണം എന്താണ്? സഹോദരി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പോലീസുകാരൻ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നൊക്കെ പറയുന്നത് ഈ യുവാവിനെതിരെയുള്ള കാര്യങ്ങൾ കുറെ കൂടെ ബലപ്പെടുത്താനാണോ, അതോ ഈ പോലീസുകാരന് ശരിക്കും എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? വേണു, നിലവിൽ പോലീസുകാരന് കാര്യമായ വലിയ പരിക്കില്ല. പക്ഷേ വേണു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഫലത്തിന് വേണ്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് എന്നുള്ളതാണ് യുവാവിന്റെ സഹോദരി വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് പോലീസും യുവാവും തമ്മിലൊരു കയ്യാങ്കളി ഉണ്ടാവുകയും അതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരികയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിൽ പോലീസിന്റെ വിശദീകരണം, ഈ യുവാവ് ഗതാഗതക്കുരുക്കുണ്ടാക്കി എന്നുള്ളത്, അത് ചോദ്യം ചെയ്തപ്പോൾ യുവാവ് പോലീസിന് നേരെ കയ്യോങ്ങി എന്നുള്ളത്, പിന്നീടാണ് തർക്കത്തിലേക്ക് എത്തിയത് എന്നുള്ളതുമായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ അങ്ങനെയൊന്നും തന്നെ അല്ല എന്നുള്ളതാണ് യുവതിയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. യുവതി പറയുന്നത്, ഗതാഗതക്കുരുക്ക് ഉണ്ടായ സമയത്ത് പോലീസ് യുവാവ് ഓടിക്കുന്ന വാഹനത്തിലേക്ക് പോലീസ് വന്നുകൊണ്ട് യുവാവിനെ വാഹനത്തിൽ നിന്നും പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് യുവാവിനെ പോലീസ് മർദ്ദിച്ചു. തുടർന്ന് യുവാവ് പ്രതിരോധിക്കാനും ശ്രമിക്കുകയുണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ സഹോദരി എത്തിയപ്പോൾ സഹോദരിയെ പോലീസ് തെറി പറയുകയും അതോടൊപ്പം തന്നെ സഹോദരി യുവാവിനെ ഉൾപ്പെടെ മറ്റൊരു വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ഈ സഹോദരിയായിട്ടുള്ള യുവതിയെ ഈ സദഖത്തുള്ള എന്ന് പറയുന്ന കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ CPO മർദ്ദിച്ചു എന്നും യുവതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് നിലവിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഈ കയ്യാങ്കളി ഉണ്ടായ സമയത്ത് തന്നെ യുവാവ് ബോധരഹിതനായി വീഴുകയായിരുന്നു. അപ്പോഴാണ് ഇവർ ആശുപത്രി കൊണ്ടുപോകാൻ തയ്യാറായതെന്നും യുവതി വ്യക്തമാക്കി. എന്നാൽ ആശുപത്രി കൊണ്ടുപോകും വഴി ഈ സദഖത്തുള്ള എന്ന് പറയുന്ന പോലീസുകാരൻ വഴിയിലിറങ്ങുകയും മറ്റൊരു പോലീസുകാരനാണ് ഇവർ ആശുപത്രിയിൽ എത്തിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ പോലീസുകാരൻ നടന്നുപോയി മറ്റൊരു വാഹനത്തിൽ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ എടുക്കുവാൻ ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ യുവതി വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് യുവതി പരാതി നൽകിയിരിക്കുകയാണ്. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.